നമസ്കാരം. സംവരണം ഒരു വിവാദ വിഷയമാണ്. പല ആളുകളും ചിന്തിക്കുന്നതും പറയുന്നതും സംവരണം നിരോധിക്കണം, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കണമെന്നാണ്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തെത്തി പലരും പറയാറുണ്ട്, സാർ ഈ സംവരണത്തിനെതിരെ നിലപാടെടുക്കണം. എന്നാൽ ഞാൻ സംവരണത്തിന് അനുകൂലമാണ്. ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജാതി സംവരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. തിരുവിതാംകൂർ ഭരണകാലത്ത് 1800കളുടെ ഒടുവിൽ ഇവിടെ തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു സർക്കാർ സർവീസിലും പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിലും നിയമനം കിട്ടിയിരുന്നത്. അന്ന് മുതൽ തുടങ്ങിയതാണ് തദ്ദേശീയരുടെ സംവരണത്തിന് വേണ്ടിയുള്ള സമരം. 1891 സംവരണ സമരം നടന്നതായി തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പല പ്രവിശ്യകളിലും സംവരണം ഏർപ്പെടുത്തിയിരുന്നു. 1936 തിരുവിതാംകൂർ രാജാവ് ഈ നാട്ടിലെ ദുർബലർക്ക് സംവരണം ഏർപ്പെടുത്തിയിരുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണഘടനയുടെ ഭാഗമായി തന്നെ സംവരണം നിലവിൽ വന്നു. ജാതി സംവരണമാണ് ഭരണഘടന ഏർപ്പെടുത്തിയത്. അതൊരു നിർണായക തീരുമാനമായിരുന്നു. ജാതിയുടെ പേരിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായി മാറി. അത്രമാത്രം ഉച്ചനീചിത്വങ്ങളാണ് ഭാരതത്തിൽ ജാതിയുടെ പേരിൽ നിലനിന്നിരുന്നത്. സവർണ മേധാവിത്വത്തെ മറികടന്ന് അവർണർക്ക് തല ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചത് ഈ സംവരണം മൂലമാണ്. കാലാന്തരത്തിൽ സംവരണത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തേണ്ടതായിരുന്നു. അതിനാരും ധൈര്യം കാട്ടിയിട്ടില്ല. അത്തരം ചർച്ചകളാവാം. എന്നാൽ ജാതിയുടെ പേരിലുള്ള സംവരണമേ പാടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അറിവില്ലായ്മയാണ്. എന്നാൽ ഭരണഘടന വിഭാവന ചെയ്തതിനപ്പുറത്തേക്ക് സംവരണത്തെ നട്ടുവളർത്തിയത് കേരളമാണ്. 1952 കേരളത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നു. 45% സംവരണം. 10% SC/ST വിഭാഗങ്ങൾക്കും 35% അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന തരത്തിൽ OBCക്കും സംവരണം ചെയ്തു. 1956 ആയപ്പോഴേക്കും അത് 50% വർദ്ധിപ്പിച്ചു. 40% OBCക്കും 10% SC/STക്കും. OBC വിഭാഗത്തിൽ പണ്ട് മുതലേ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഉൾപ്പെടുത്തിയത് കേരളമായിരുന്നു. OBC എന്നാൽ പിന്നോക്ക ജാതികൾ എന്നാണ് അർത്ഥം. ജാതി വ്യവസ്ഥയില്ലാത്ത മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും എങ്ങനെ ഭരണഘടനാനുസൃതമായി സംവരണം ഏർപ്പെടുത്തുമെന്ന ചോദ്യം ബാക്കിയാകവേ കേരളം 10% മുസ്ലിം സമൂഹത്തിന് സംവരണം ഏർപ്പെടുത്തി. പിന്നീട് അത് 12% ഉയർത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 8%. ഇന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 12% സംവരണമുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള തമിഴ്നാട്ടിൽ പോലും 3.5% മാത്രമാണ് മുസ്ലിമുകൾക്ക് സംവരണമുള്ളത്. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ സംവരണമാണുള്ളത്. കേരളത്തിൽ മതപരമായ സംവരണത്തിന് അർഹത നേടിയിട്ടുള്ള 2 വിഭാഗം മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമാണ്. ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളും OBC അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സംവരണത്തിന് അർഹത നേടുന്നു. മുസ്ലിം വിഭാഗം 12%-ഓടെ OBCയിൽ ഏറ്റവും അധികം സംവരണം കിട്ടുന്ന വിഭാഗമായി മുമ്പോട്ട് പോകുന്നു. 2019 ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കും സംവരണം ഏർപ്പെടുത്താൻ അനുമതി കിട്ടുന്നു. ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതിനെ ലീഗ് എതിർത്തപ്പോൾ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമുകൾക്കും സംവരണ യോഗ്യതയുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്ന് മറക്കരുതെന്നാണ് പിണറായി വിജയൻ ലീഗിനോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പിണറായിയുടെ അവകാശവാദം അടക്കമുള്ളവ വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. ഇന്നലെ സുപ്രീം കോടതി അഡ്രസ് ചെയ്തത് മതസംവരണം അനുവദനീയമാണോ എന്നതാണ്. ഭരണഘടന വിഭാവന ചെയ്യുന്നത് ജാതി സംവരണമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ജാതി സംവരണത്തിന്റെ ലക്ഷ്യം ജാതീയമായി അവഗണിക്കപ്പെട്ടു നിൽക്കുന്ന പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടിലൂടെയാണ് അത് വ്യാപകമായത്. അപ്പോൾ പോലും പട്ടികജാതി പട്ടികവർഗത്തിനപ്പുറം പിന്നോക്കാവസ്ഥയിലുള്ള മറ്റ് ജാതി വിഭാഗത്തെ സാമൂഹികമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവരണം നടപ്പിലാക്കിയത്. അതെങ്ങനെ മതാടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയും എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു പ്രത്യേക നിയമം പാസാക്കി 2012 മുസ്ലിംകൾക്ക് സംവരണം ഏർപ്പെടുത്തി. ഇത് കൽക്കട്ട ഹൈക്കോടതി റദ്ദ് ചെയ്തു. സമാനമായ ഒരു സാഹചര്യം ആന്ധ്രാപ്രദേശിലും നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ഏർപ്പെടുത്തിയിരുന്ന 4% മുസ്ലിം സംവരണം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. അത് സുപ്രീം കോടതി പിന്നീട് സ്റ്റേ ചെയ്തു. ആന്ധ്ര ഹൈക്കോടതിയുടെ വിധിയുടെ ചുവട് പിടിച്ചാണ് ബംഗാൾ ഹൈക്കോടതിയും മുസ്ലിം സംവരണം റദ്ദ് ചെയ്തത്. അതാണ് സുപ്രീം കോടതിയിൽ എത്തിയത്.
അതിന്റെ പരിഗണനാ വിഷയത്തിൽ ഇന്നലെ ബംഗാൾ സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമായ കപിൽ സിബൽ ശക്തിയുക്തം വാദിച്ചു. ഇത് കടുത്ത മുസ്ലിം വിരോധത്തിന്റെ ഭാഗമാണ്. മുസ്ലിമുകൾക്ക് സംവരണം വേണ്ട എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് കപിൽ സിബൽ ചോദിച്ചപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് കെ വി വിശ്വനാഥും ഒരു കാര്യം സൂചിപ്പിച്ചു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്, അനുവദനീയമല്ല എന്ന്. വിധിയല്ല, പരാമർശമാണ്. അതായത് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഒരേ ഒരു കാര്യം മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ്. നിയമത്തിൽ അങ്ങനെയില്ല, ഭരണഘടനയിൽ അങ്ങനെയില്ല. അങ്ങനെയെങ്കിൽ ഈ കേസിൽ തീരുമാനമുണ്ടാകുമ്പോൾ മതാടിസ്ഥാനത്തിൽ സംവരണം സാധ്യമല്ല എന്ന് കോടതി വിധിച്ചാൽ കേരളത്തിലെ മുസ്ലിമുകൾക്കും ലത്തീൻ കത്തോലിക്കർക്കും അടക്കമുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവരണം റദ്ദു ചെയ്യപ്പെടാം. ഒരു സംസ്ഥാനത്തെ പിന്നോക്കാവസ്ഥ നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആരെയും പിന്നോക്ക ജാതിക്കാരായി ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. എന്നാൽ ജാതി വ്യവസ്ഥ ഇല്ലാത്ത ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് ജാതി സംവരണത്തിന് അർഹത നേടുന്നത്? ഇത് ഗൗരവമേറിയ വിഷയമായി മാറുന്നു. സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ വർഷങ്ങളായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരും അനുഭവിക്കുന്ന തൊഴിൽ സംവരണവും വിദ്യാഭ്യാസ സംവരണവും ഇല്ലാതാകും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സംവരണത്തിന്റെ മികവിൽ പഠിക്കുന്നത്. കേരളത്തിൽ സംവരണം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. രാജ്യത്തെല്ലായിടത്തും ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് കേസാവുന്നത്. സുപ്രീം കോടതി ഇന്നലെ നടത്തിയ നിരീക്ഷണം അന്തിമവിധിയിൽ പ്രതിഫലിച്ചാൽ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സംവരണം എടുത്തു കളയേണ്ടി വരും. ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും ആ വിധി ഉണ്ടാക്കാൻ പോകുന്നത്.